അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെയുമുണ്ട്. വളരെ സന്തോഷം. അതെ, ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടില് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഒരു പക്ഷേ വളരെ റെയർ ആയിട്ടുള്ള ചില മാധ്യമങ്ങളിൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റൂ. എല്ലാവരും അത് പറയില്ല, എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യത്തുമില്ല. ഗോപാൽ സുഖാണ്, ഉദയ ഹായ്. എല്ലാവരും അത് റിപ്പോർട്ട് ചെയ്യില്ല, കാരണം പലപ്പോഴും അത് ഭൂരിപക്ഷത്തിനെതിരാണ്. പിന്നെ എങ്ങനെയാണ് അവരത് റിപ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ വല്ല തുർക്കിയിൽ വല്ലതും ആണ് സംഭവം നടക്കുന്നതെങ്കിൽ വേണമെങ്കിൽ അവർക്ക് അതിനെ ഒന്ന് പ്രതിരോധിക്കാനെങ്കിലും പറ്റും, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അവരുടെ ഭാഗത്തു നിന്നും ആ രൂപത്തിൽ ഒന്നും ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കരുത്. പ്രത്യേകിച്ച് ഈ മാധ്യമങ്ങളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുകയേ ചെയ്യരുത് സത്യം നമുക്കറിയാൻ കഴിയുമെന്ന്. മാധ്യമങ്ങള് അവർക്ക് അവരുടേതായിട്ടുള്ള മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്. അതിനനുസരിച്ച് മാത്രമേ അവർക്ക് ഏതൊരു വാർത്തയും റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. അല്ലാതെ സത്യസന്ധമായിട്ടൊന്നും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ നിങ്ങൾ കേട്ടായിരുന്നു MEG7 2 ദിവസമേ ആയിട്ടുള്ളൂ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വാർത്ത. ആരോഗ്യം വളരെ പ്രധാനമാണ്. അതിനു മുമ്പ് നമ്മൾ കേട്ടിരുന്നു ജിം സെന്ററുകളിൽ, പകലൊക്കെ ജിം സെന്ററുകളാണ്, രാത്രിയാകുമ്പോൾ അവിടെ ആയുധ പരിശീലനമടക്കം നടക്കുന്നുണ്ട്. മതചിട്ടയനുസരിച്ചിട്ടുള്ള ശിക്ഷയും അത്തരം ശരീരത്തിന് നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന രീതികളുമൊക്കെ ജിം സെന്ററുകളിൽ നടക്കുന്നു എന്ന് പറഞ്ഞ് മുമ്പ് പല രൂപത്തിലുള്ള റെയ്ഡുകളൊക്കെ നടന്നിട്ടുള്ളതായിട്ട് നമുക്കറിയാം. റെനീബി ആരോ വന്ന് ചൊറിയുന്നുണ്ടല്ലോ. ഒന്ന് നോക്കിയേരാ. ആ ഗ്ലോബലിന് എന്തോ വേണം, ഒന്ന് കൊടുത്തു വിട്ടേക്ക്. അപ്പൊ ആരോഗ്യത്തിലൂടെ സന്തോഷമുള്ള ഒരു ജനത, അതായിരുന്നു MEG7. ഈ വ്യായാമ മുറയ്ക്ക് രൂപം നൽകുന്നതുവരെ ഇതായിരുന്നു അതിന്റെ പേര്. വിമുക്ത ഭടനും കൊണ്ടോട്ടി തുറയ്ക്കൽ സ്വദേശിയുമായ പെരുങ്കടക്കാട് സ്വലാഹുദ്ദീന്റെ മനസ്സിൽ വന്ന ആശയമാണ് ആരോഗ്യമുള്ള ഒരു ജനത. ഉദയൻ സുഖാണ്. ഓക്കെ, അത് നോക്കുന്നുണ്ട്, റെനീബി നോക്കുന്നുണ്ട്, കുഴപ്പമില്ല. റെനീബി അയാളെ അവർക്ക് വേണ്ടുന്ന മറുപടി കൊടുക്കുന്നുണ്ട്, നമ്മൾ ടെൻഷൻ ആവണ്ട. അപ്പോ ഈ കൊണ്ടോട്ടി സ്വദേശി ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നാട്ടിൽ മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിലും ഹിറ്റായിട്ടുള്ള ഒരു വ്യായാമ മുറയാണിത്. ഈ വ്യായാമത്തിന് വരുന്ന എല്ലാവർക്കും ഒരേ വേഷം, ഒരേ ചലനം, യോഗയും ധ്യാനവും, അക്യു പ്രഷറാണോ അക്യു പങ്ക്ചറാണോ എന്തായിരുന്നാലും ഇതെല്ലാം കൂടി 7 വിഭാഗങ്ങളിലെ 21 തരം വ്യായാമമാണത്രേ ഈ പദ്ധതിയിലുള്ളത്. ഇപ്പോ സലാഹുദ്ദീൻ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയത് എന്നാണ് സലാഹുദ്ദീൻ പറയുന്നത്. ആരെങ്കിലും പറയുമോ ഞാൻ മോശം ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു കാര്യം തുടങ്ങിയത് എന്ന്? ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഈ രാജ്യം പിടിക്കലാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി സമ്മതിക്കുമോ? സമ്മതിക്കില്ല. പോപ്പുലർ ഫ്രണ്ട് ഫോം ചെയ്ത സമയത്ത് ഈ രാജ്യത്തെ മതവൽക്കരിക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്ന് അവർ പറയുമോ? ഇല്ല. ഇരിക്കട്ടെ, നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കൊണ്ടോട്ടിക്കാരൻ സലാഹുദ്ദീൻ തുടങ്ങിയത് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പിന്നീട് ഇത് മതമൗലികവാദികളിൽ ഒരു വിഭാഗം ഹൈജാക്ക് ചെയ്തു എന്നാണ് ഇപ്പോഴത്തെ ആരോപണം. MEG7 എന്ന പേരില് കേരളത്തിൽ അടക്കം വളരെ പെട്ടെന്ന് പ്രചാരം കിട്ടിയ ഒരു വ്യായാമ മുറയ്ക്ക് പിന്നിൽ
മതമൗലികവാദികളുടെ പങ്കിനെ കുറിച്ച് സ്റ്റേറ്റിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സിയാസാനിയെ എത്ര ദിവസമായിട്ട് ഞാൻ അയാളെ അങ്ങ് പറഞ്ഞു വിടണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ദിവസവും കയറി വരെയും ചെയ്യും. നമുക്ക് താല്പര്യമില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകുവോ അതുമില്ല. ആ സിയാസാനിയെ കുറേ ആയിട്ട് ഞാനിങ്ങനെ നോക്കി നടക്കുകയാണ്. കാരണം ദിവസവും കയറി വരും. എന്തുവാണ് പറയുന്നത് എന്ന് അവർക്ക് തന്നെ അറിയാം. നമുക്ക് താല്പര്യമില്ലാത്ത ടോപ്പിക് ആണെങ്കിൽ കളഞ്ഞിട്ട് പോവണ്ടേടേ. പിന്നെ എന്തിനാണ് ഇതിനകത്ത് കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? നമുക്ക് ഇഷ്ടമില്ല. നമുക്ക് താല്പര്യമുള്ള ടോപ്പിക് അല്ല സംസാരിക്കുന്നത്. അവരെയും നമുക്ക് ഇഷ്ടമല്ല. പിന്നീട് അവിടെ നിൽക്കാതിരിക്കാനെങ്കിലും ഉള്ള സാമാന്യ ബുദ്ധി ഒന്ന് കാണിക്കുക. അതെ, അസിയ എന്ന് പറയുന്ന ഒരു വിവരദോഷി. എന്തിനാണെന്ന് ഈ വിവരദോഷിയൊക്കെ നമ്മളിങ്ങനെ പേറുന്നത്? എടുത്ത് കളയുക എന്നുള്ളതല്ലാതെ അയാളുടെ വിവരദോഷം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് ഒരു ചാറ്റ് ബോക്സ് അവർക്ക് വേണ്ടിയിട്ട് മാറ്റിയിടേണ്ട കാര്യമല്ല. അപ്പോ ഈ മെക്സെവന്റെ ലക്ഷ്യം എന്താണ് എന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞ് എതിർപ്പുമായി രംഗത്തുള്ളത് CPM-ഉം സമസ്തയുമാണ്. മെക്സെവനെതിരെ CPM-ഉം സമസ്തയും പരസ്യമായിട്ടാണ് രംഗത്ത് വന്നത്. പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയുമാണ് പുതിയ വ്യായാമ മുറയ്ക്ക് പിന്നിലെന്നും ഇത് ഗൗരവത്തോടുകൂടി കാണണമെന്നും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്ററാണ് ആവശ്യപ്പെട്ടത്. പാർട്ടി പരിപാടിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിലാണ് മാസ്റ്റർ ഈ ശക്തമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത്. പ്രത്യേകിച്ച് CPM മുസ്ലിങ്ങൾക്കെതിരെ വല്ലാത്ത ആരോപണങ്ങളൊന്നും ഉന്നയിക്കാറില്ല. കാരണം അവരുടെ വോട്ട് ബാങ്കിനെ ബാധിക്കുമേ. അതുകൊണ്ട് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ഇതിന്റെ പിന്നാലെയാണ് പോലീസിന് ഇത് അന്വേഷിക്കേണ്ടി വന്നത്. കാരണം ഇത്രയും വാർത്ത വൈറലായ സ്ഥിതിക്ക് പോലീസുകാർ ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ നിർബന്ധിതരാകുവാണ്. വ്യായാമ മുറയ്ക്കു വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിന്മാരിൽ ചിലരെ പറ്റി അന്വേഷിച്ചപ്പോൾ അവര് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ് എന്ന വിവരം ലഭിച്ചതായി മോഹൻ മാസ്റ്ററാണ് ആദ്യമായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോ ഒരു പുതിയ നീക്കമുണ്ട്. കണ്ണൂരിലുണ്ടോ എന്നറിയില്ല. വ്യായാമ മുറ എന്ന പേരിൽ ആളുകളെ സംഘടിപ്പിച്ച് പരിശീലനം നടത്തുകയാണ്. ചില സഖാക്കളാണ് ഇത് സംബന്ധിച്ച് പറഞ്ഞത്. ഇതനുസരിച്ച് കക്കോടി, ബാലുശ്ശേരി എന്നിവിടങ്ങളിൽ കാര്യമായ അന്വേഷണം നടത്തിയപ്പോഴാണ് അഡ്മിന്മാർ പോപ്പുലർ ഫ്രണ്ടുകാരാണ് എന്ന വിവരം ലഭിച്ചത്. ഇത്രയും കാര്യം അവർ ഡിക്ലെയർ ചെയ്തു. കേരളമായതുകൊണ്ട് നമ്മൾ ഇതുമല്ല, ഇതിന്റെ അപ്പുറവും പ്രതീക്ഷിക്കണം. ശരിക്ക് പ്രതീക്ഷിക്കണം. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴെന്താണ് ബംഗ്ലാദേശിൽ കാണിച്ചു കൂട്ടുന്നതെന്ന് നമ്മൾ ആരും പറയണ്ടല്ലോ, ആരോടും പറയണ്ടല്ലോ, അറിയാമല്ലോ. തുർക്കിയിൽ നടന്നത് എന്താണ് എന്ന് കേരളക്കര കണ്ടു. അതിനനുസരിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായി. ബംഗ്ലാദേശിൽ നടക്കുന്നത് അവര് കണ്ടില്ല. പലസ്തീനിൽ നടക്കുന്നത് കണ്ടു, ഗാസയിൽ നടക്കുന്നത് കണ്ടു, റാഫേൽ നടക്കുന്നത് കണ്ടു. ഇപ്പോ ഇറാനിൽ നടക്കുന്നത് എന്താണെന്ന് അവർ കാണുന്നില്ല. അതാണ് ഇവർക്ക് ഒരു പ്രത്യേകതരം കാഴ്ചപ്പാടാണ്. എന്ത് കാണണം, എന്ത് കാണണ്ട, എന്ത് പ്രതികരിക്കണം, എന്ത് പ്രതികരിക്കേണ്ട ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന മതമാണ് തീരുമാനിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് ഇവരെ എഴുന്നള്ളിപ്പിച്ച് കൊണ്ടു നടക്കുന്നത്. 10 പൈസ ഫീസ് ഇല്ല ഈ വ്യായാമ മുറയ്ക്ക് വരുന്നവർക്ക്. ആദ്യം 1-2 പേര് പരിശീലനം നൽകാൻ വേണ്ടി വരും. പിന്നീട് പ്രത്യേകിച്ച് ഒരു പരിശീലകൻ വേണ്ട, കൂട്ടത്തിലുള്ള ആരെങ്കിലും മതി. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിനു മറയിടാനുള്ള പരിവേഷമുണ്ടാക്കുകയായിരുന്നു ഇവര് ലക്ഷ്യം വെച്ചിരുന്നത്. ഇത് മോഹനൻ മാസ്റ്ററും കൃത്യമായിട്ടും പറഞ്ഞു. സബീറ, ഇസ്ലാമിൽ ഇല്ലാത്ത എന്താ ഉണ്ടെന്ന് പറഞ്ഞത് ഒരെണ്ണം ഒന്ന് പറയും. അറിഞ്ഞിട്ടാണല്ലോ ഒരു കാര്യത്തെ വിമർശിക്കേണ്ടത്. പറ. ഞാനിപ്പോ എന്തിനെ സംബന്ധിച്ചാണ് സബീറെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, അത് പോട്ടെ രജിഷേ. ഇസ്ലാമിൽ എന്താണ് ഇന്നത്തെ കാലത്തിന് പറ്റിയത് എന്നുള്ളത് നമുക്ക് പിന്നീട് ആലോചിക്കാം. ഒന്നുമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അല്ല, സഹോദരി ഇസ്ലാമിനെ വിമർശിച്ചോളൂ, പക്ഷെ ഇസ്ലാമിൽ ഇല്ലാത്തത് ഉണ്ടെന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞ ഒരെണ്ണം ഒന്ന് പറഞ്ഞേ.
അത് കഴിഞ്ഞിട്ടല്ലേ 2ലേക്ക് പോകണം. സബീർ പോയോ? ജിക്കു വന്നോ? ഓക്കെ. ജിക്കു, ബാക്കി ഇനി ജിക്കു ഏറ്റെടുത്തോളൂ. ജിക്കു ചോദിക്കുന്നുണ്ട്, ജിക്കുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറ, അതനുസരിച്ച് ജിക്കു മറുപടി പറയും. ഓക്കെ. അപ്പോ മോഹനൻ മാസ്റ്ററാണ് ഇത്രയും കാര്യങ്ങളും ഡിക്ലെയർ ചെയ്യുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആർക്ക് പ്രശ്നമൊന്നും അത്ര സംഖ്യ പറഞ്ഞാലാണ് പ്രയാസം. കമ്മി പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം കമ്മി രാത്രി ചെങ്കൊടി പിടിക്കും, പകല് പച്ചക്കൊടിയും പിടിച്ചോളും. അതുകൊണ്ട് പ്രയാസമൊന്നുമില്ല. സമസ്തയുടെ നേതാക്കളും മെക്സെവനെ ഗൗരവത്തോടുകൂടി കണ്ടു. മെക്സെവന് പിന്നില് ജമാഅത്തെ ഇസ്ലാമിയാണെന്നും ഇവരുടെ ചതിയിൽ സുന്നി വിശ്വാസികൾ പെട്ടുപോകരുതെന്നും മുന്നറിയിപ്പാണ് പേരോട് അബ്ദുൽ ഗഫാർ സഖാഫി നൽകിയത്. മെക്സെവൻ ദുരൂഹമാണ് എന്നാണ് സുന്നി യുവജന സംഘം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി കിനാലൂരും ആരോപിച്ചത്. സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ് ഈ വ്യായാമമുറ എന്ന വ്യാഖ്യാനമാണ് കാന്തപുരം സുന്നി വിഭാഗം പറഞ്ഞത്. വ്യായാമത്തിന്റെ പേരില് വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് സ്ത്രീകളെ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വലിച്ചിഴയ്ക്കാനുള്ള തന്ത്രമാണ് ഇവരുടേതെന്ന് SYSന്റെ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം അഷാരി വിമർശിച്ചു. അല്ല, സബീർ അതുവഴി പോയോ? ജിക്കു, റെനി കണ്ടില്ല അല്ലെ? സബീർ എന്തൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വന്നിരുന്നത്. ജിക്കു പിടിച്ചിട്ടില്ലല്ലോ, വിട്ടിട്ടില്ലല്ലോ. ശരി. അങ്ങനെ കോഴിക്കോടും പരിസര പ്രദേശങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് ആരംഭിച്ച മെക്സെവന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. സാധാരണക്കാരായ ആളുകളെയാണ് ഇവര് പ്രധാനമായും നോട്ടമിട്ടിരുന്നത്. വ്യായാമ ക്യാമ്പുകളും മറ്റുമൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ആളുകളെ ഇവർ ആകർഷിച്ചിരുന്നത്. മെക്സെവൻ കേരളത്തിൽ മാത്രമല്ല GCC രാജ്യങ്ങളിലും വേരുറപ്പിച്ചു കഴിഞ്ഞു ഇതിനോടകം തന്നെ. വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഇവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഞാൻ വേറൊരു വിഷയം കൂടെ പറയാം. നമ്മളിപ്പോ ഒരു വീഡിയോ ഇട്ടു എന്ന് വിചാരിക്കാം. ആദ്യത്തെ 1 മണിക്കൂറിൽ നമുക്ക് വരുന്നത് 30,000 മുതൽ 40,000 വരെ റിപ്പോർട്ടുകളാണ്. എന്തിനാ ഈ ശബ്ദത്തെ പേടിക്കുന്നത്? വിമർശനങ്ങളെ ഭയപ്പെടുന്നത് എന്തിനാ? വിമർശനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഭയം. നമ്മുടെ മതത്തിൽ എന്താണുള്ളത് എന്ന് ജനങ്ങൾ അറിഞ്ഞു പോകും. ഈ മതത്തിന്റെ മാലിന്യങ്ങൾ എന്താണെന്നും മാനവിക വിരുദ്ധതകൾ എന്താണെന്നും അടിവരയിട്ട് അക്കമിട്ട് ഖുർആനിന്റെ വാചകം സഹിതം ഹദീസുകൾ സഹിതം ജനങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഭയം. അല്ല രജീഷെ, അതൊരു ചോദ്യമാണ്. കോൺഗ്രസിലും CPM-ലുമുള്ള ഹിന്ദുവിനോ ക്രിസ്ത്യനാളിനോ ഒരു മുസ്ലിമായ ആള് ഒരു ഉപദ്രവം ചെയ്താൽ അവരെ പാർട്ടി സപ്പോർട്ട് ചെയ്യുമോ? ആരുടെ കൂടെ നിൽക്കും? എടുക്ക്. 2010 ജോസഫ് മാഷിന്റെ കൈവെട്ടി. ആരാ വെട്ടിയത്? പോപ്പുലർ ഫ്രണ്ട്. ജോസഫ് മാഷ് ഏതാശയക്കാരനായിരുന്നു? CPM ആശയക്കാരൻ. അഭിമന്യുവിനെ ക്യാമ്പസിനകത്തിട്ട് തീർത്തു. ആര്? പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി ഘടകമായ ക്യാമ്പസ് ഫ്രണ്ട്. ആരുടെ കൂടെ നിന്നു? ചാനലുകളില് ഞാനും വന്നിരുന്നത് ആ ചർച്ചയ്ക്ക്. ആ സമയത്ത് ഇന്ന പാർട്ടിയാണ് ചെയ്തത് എന്ന് വെളിപ്പെടുത്താൻ പോലും ഇവർ തയ്യാറാകുന്നില്ലാന്നേ. ഇവർക്കപ്പം ആരാണ് ലക്ഷ്യമെന്ന് ആലോചിച്ച് നോക്ക്. ഇരിക്കട്ടെ. അപ്പോ NDFന്റെ ആദ്യ കാലഘട്ടത്തില് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കളരിയും വ്യായാമവും ഒക്കെ ഉപാധിയാക്കിയിട്ടാണ് യുവാക്കളെ ആകർഷിച്ചിരുന്നത്. മുഹമ്മദ് അലി കിനാലൂരും ഇന്ന് അത് തന്നെയാ പറഞ്ഞത്. എന്നാൽ മെക്സെവന്റെ സംഘാടകർ ഈ ആരോപണങ്ങൾ നിഷേധിക്കുന്നുണ്ട്. ഞങ്ങളുടെ അംഗങ്ങളിൽ സൈന്യത്തിൽ നിന്നും പോലീസിൽ നിന്നും ജുഡീഷ്യൽ സർവീസിൽ നിന്നും വിരമിച്ചവർ ഉൾപ്പെടുന്നെന്നും തുറസായ സ്ഥലങ്ങളിൽ സുതാര്യതയോടെ നടത്തുന്നതാണ് ഞങ്ങളുടെ വ്യായാമ മുറകളെന്നും മെക്സെവന്റെ അംബാസഡറായ ബാബ അറക്കൽ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പ്രതികരിക്കുകയാണ്. കൂടുതൽ അംഗങ്ങളും 50 വയസ്സിന് മീതെയുള്ളവരാണെന്നും എന്തെങ്കിലും ഗൂഢ ഉദ്ദേശമുണ്ടെങ്കിൽ ഈ പ്രായപരിധിയിലുള്ളവരെ തെരഞ്ഞെടുക്കുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നമ്മൾ അറിയണം,
എന്താണ് മെക് 7? എത്ര പേർക്ക് അറിയാം ഈ മെക് 7നെ കുറിച്ച്? അതിവേഗം പ്രചാരം നേടുന്ന, കേരളത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന, കൂടുതൽ ആളുകളിലേക്കും ജില്ലകളിലേക്കും ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും പൊടുന്നനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യായാമ മുറയാണ് മെക് 7. ഇന്ന് യോഗയും ജിമ്മും കളരിയും കരാട്ടയും കുംഫുവും അതുപോലെ കിക്ക് ബോക്സിങ്ങും ഇതൊക്കെ അഭ്യസിച്ചിട്ടാണ് എല്ലാ യുവതലമുറയും വളർന്നു വരുന്നത്. എൻ്റെ ഒരു മോൻ കരാട്ടയ്ക്ക് പോകുന്നുണ്ട്, ഒരാൾ കിക്ക് ബോക്സിങ്ങിന് പോകുന്നുണ്ട്, ഒരാൾ ജിമ്മിന് പോകുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് അവിടെയുള്ള എല്ലാ ഏകദേശവും കുട്ടികളാണ്. ഒരു 18 വയസ്സിനും 22, 23 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളാണ്. അതെ, അതാണ് പറഞ്ഞു വരുന്നത് രജീഷെ. മെക് 7 സൂക്ഷിക്കണം, എഴുതി വെച്ചോളൂ, വളരെയധികം സൂക്ഷിക്കണം. അല്ല, രജീഷ് കേട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞ മറുപടി? ആരുടെ കൂടെ നിൽക്കും എന്നുള്ളത്? അവര് ഒരിക്കലും വിശ്വാസികൾക്ക് എതിരാകത്തില്ല. കാരണം മുസ്ലിങ്ങൾക്ക് വോട്ട് ബാങ്ക് ഉണ്ട്. ക്രിസ്ത്യാനിയാണ് ജോസഫ് മാഷ്, ഹിന്ദുവാണ് അഭിമന്യു. 2 വിഷയവും പോപ്പുലർ ഫ്രണ്ട് ചെയ്തതാ. ആരുടെ കൂടെ നിന്നു എന്ന് ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ മെക് 7 ശരി. യോഗ, ധ്യാനം, അക്യൂപ്രഷർ ഇതൊക്കെ ഉൾപ്പെടെ 7 വിഭാഗങ്ങളിലെ 21 തരം വ്യായാമ മുറകൾ മലപ്പുറം ജില്ലക്കാരൻ തുടങ്ങി വെച്ചതാണ്. 20 വർഷത്തോളം സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ച ശേഷമാണ് സലാഹുദ്ദീൻ നാട്ടിലെത്തുന്നത്. 2012 ജൂലൈയിലെ തുറക്കലിൽ ഇതിന് തുടക്കമിടുവാണ്. മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്നാണ് മെക് 7നെ ഷോർട്ടായിട്ട് ഇവർ വിളിക്കുന്നത്. അല്ല, ഫുൾ ഫോം. അതിന്റെ ഷോർട്ട് ഫോം ആണ് മെക് 7. ഇതില് എയ്റോബിക്, ലളിത വ്യായാമം, യോഗ, ആഴത്തിലുള്ള ശ്വസനം, അക്യൂപ്രഷർ, പിന്നെ ധ്യാനം, ഫേസ് മസാജ്, അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. 7 ഇനങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പേര് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഈ 7 വിഭാഗങ്ങളിലുള്ള ഇനിയും പോകുകയാണ് ബ്രാഞ്ചസ് ആയിട്ട്. ഇതൊരു ബൈനറി ആയിട്ട് പോകുകയാണ് കേട്ടോ. 21 തരം വ്യായാമ മുറകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. മെക് 7 എന്നാണ് പേരെങ്കിലും. സൈനിക സേവനത്തിനിടെയാണ് ഇക്കാര്യം സ്വായത്തമാക്കിയതെന്നാണ് സലാഹുദ്ദീൻ പറയുന്നത്. ഏത് പ്രായക്കാർക്കും ലളിതമായി ചെയ്യാവുന്നതാണ് ഇത്. അതാണ് ഇതിന്റെ പ്രത്യേകത അത്രേ. പക്ഷേ സലാഹുദ്ദീൻ സതുദ്ദേശത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയത് അത്രേ. പിന്നീട് ഇസ്ലാം മത മൗലികവാദികളിൽ ഒരു വിഭാഗം ഇത് ഹൈജാക്ക് ചെയ്തു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. മെക് 7 കൂട്ടായ്മകളുടെ മറവിലാണ് അവർ തങ്ങളുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത് എന്നാണ് വിമർശനം ഉയരുന്നത്. വ്യായാമം പരിശീലിക്കുകയാണ് എന്ന് പറഞ്ഞാണ് ഇവർ യുവാക്കളെ അടക്കം ഇതിലേക്ക് കൂട്ടുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ കുഴപ്പമൊന്നും തോന്നത്തില്ലെങ്കിൽ പോലും പതിയെ പതിയെ ഈ കായിക പരിശീലനം ആയുധ പരിശീലനമായി മാറുമെന്നും വിമർശനം ഉയരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ തുടക്കം തന്നെ, പല ജിം സെന്ററുകളിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയ മതമൗലികവാദ സംഘടന എന്ന പേരുള്ള നാദാപുരം ഡിഫൻസ് ഫോഴ്സ് അഥവാ NDF, ഇതിന്റെ തുടക്കവും ഈ രൂപത്തിൽ തന്നെയായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കാരണം ഇത് എന്താണ് ഇതിന്റെ ലക്ഷ്യം, എന്തിനാണ് ഇത് തുടങ്ങിയത് എന്ന യാഥാർത്ഥ്യം തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിഞ്ഞേ പറ്റും. അതുകൊണ്ട് മലബാറിന്റെ മണ്ണില് PFI പുതിയ രൂപത്തിൽ സജീവമാകുന്നു എന്നതിന്റെ തെളിവാണിത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരോ സംഘടനയോ ബാൻ ചെയ്തതുകൊണ്ടോ, ആ സംഘടനയിലെ കുറച്ച് ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തീഹാർ ജയിലിൽ അടച്ചതുകൊണ്ടോ, അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തതുകൊണ്ടോ
സംഘടനയെ ബാൻ ചെയ്ത് അവരുടെ ഓഫീസുകൾ അടച്ചു പൂട്ടി റെയ്ഡ് ചെയ്ത് അവരുടെ എവിഡൻസുകൾ പിടിച്ചെടുത്തത് കൊണ്ടോ ഡിജിറ്റൽ രേഖകൾ പിടിച്ചെടുത്തത് കൊണ്ടോ ഈ രാജ്യത്ത് നിന്ന് ഇത്തരം തീവ്ര വിഭാഗങ്ങളെ അമർച്ച ചെയ്യാമെന്ന് ധരിക്കരുത്. നടക്കില്ല. മെക്സെവൻ എന്ന വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെയാണ് വ്യാപകമായ വിമർശനം ഇന്ന് കേരളത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യസ്നേഹികളിൽ നിന്ന് ഉയരത്തുള്ളൂ കേട്ടോ. മെക്സെവനെതിരെ CPM-ഉം സമസ്തയും പരസ്യമായി രംഗത്ത് വന്നു. കൂട്ടായ്മയ്ക്ക് പിന്നിൽ PFI ഭീകരരാണ് എന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനും പറഞ്ഞു. മുഖ്യമന്ത്രിയോ CPM-ഓ PFIക്കെതിരെ ഉരിയാടാതിരുന്ന സ്ഥാനത്താണ് പാർട്ടി സമ്മേളനത്തിൽ മോഹനൻ ഈ വിഷയം തുറന്നു പറയുന്നത്. സമസ്തയുടെ നേതാക്കളും മെക്സെവനെ ഗൗരവത്തോടുകൂടി കണ്ടു. മെക്സെവന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ആണെന്നും ഇവരുടെ ചതിയിൽ സുന്നികൾ പെടരുത് എന്ന രൂപത്തിലുമുള്ള മുന്നറിയിപ്പുമായിട്ടാണ് പേരോട് അബ്ദുൽ ഗഫാർ സഖാഫി ഇതിനെ എതിർത്തുകൊണ്ട് രംഗപ്രവേശം ചെയ്യുന്നത്. കോഴിക്കോടും പരിസര പ്രദേശങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് ആരംഭിച്ച മെക്സെവന്റെ വളർച്ച ഇന്ന് കോഴിക്കോട് മുക്കിനും മൂലയിലും വരെ വളർന്നു. സാധാരണക്കാരായ ആളുകളെയാണ് ഇവർ പ്രധാനമായും നോട്ടമിട്ടിരുന്നത്. വ്യായാമ ക്യാമ്പുകളും മറ്റുമൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ആളുകളെ ആകർഷിച്ചത്. മെക്സെവൻ കേരളത്തിൽ മാത്രമല്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് GCC രാജ്യങ്ങളില്, ഗൾഫ് കൺട്രികളിലാണല്ലോ ഇവരുടെ തീവ്രവാദം വളർത്താൻ ഏറ്റവും എളുപ്പം. അവിടെയൊക്കെ ഇവരുടെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുകയാണ്. അന്വേഷണ ഏജൻസികൾ ഇവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന വിവരം വരുന്നുണ്ട്. 1990-കളില് നാദാപുരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച നാദാപുരം ഡിഫൻസ് ഫോഴ്സിന്റെ അതേ സ്വഭാവം, അതേ രീതി, ഒരുപക്ഷെ അതിന്റെ പഴയ കാല നേതാക്കളും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കായിക ശേഷിയുള്ള ചെറുപ്പക്കാരെ പ്രത്യേകം തെരഞ്ഞു പിടിച്ച് നാദാപുരം ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗമാക്കി ആയുധ പരിശീലനമടക്കം നൽകിയിരുന്നതുപോലെ ഇവരും തുടങ്ങി വെച്ചു. ഇവരും ആദ്യഘട്ടത്തിൽ കൂട്ടായ്മയായിട്ടാണ് പ്രവർത്തിച്ചത്. പിന്നീട് ഇതേ കൂട്ടായ്മയാണ് PFIയുടെ പൂർവ്വരൂപമായ NDF ആയി മാറുന്നത്. മെക്സെവന് രൂപം നൽകിയത് ഒരു വിമുക്ത ഭടനാണ്. എന്നാൽ നിരോധനത്തിന് ശേഷം PFI അംഗങ്ങൾ ഈ കൂട്ടായ്മയിൽ നുഴഞ്ഞു കയറിയത് എങ്ങനെ, അവരെങ്ങനെയാണ് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് എന്നതൊരു ചോദ്യമാണ്. മെക്സെവന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന്മാര് വരെ PFIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രവർത്തകരായി മാറിയത് എങ്ങനെയാണ് ഒരു വിഭാഗം ഇതിനെ ഹൈജാക്ക് ചെയ്തെടുക്കുന്നത്? വ്യായാമ മുറയുടെ പേരിൽ തീവ്രവാദ സംഘടനയെ വീണ്ടും വേരുറപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന ആരോപണം എന്തുകൊണ്ടാണ് വീണ്ടും ശക്തമാകുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം കൃത്യമായും അന്വേഷണ ഏജൻസികളുടെ കയ്യിലുണ്ട്. സന്ദർഭം പോലെ തീർച്ചയായിട്ടും അത് രംഗത്ത് വരാതിരിക്കില്ല. ഇതില് ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ആളുകൾ കൂട്ടമായി ചേരുന്നതും പ്രത്യേകമായ ഒരു യൂണിഫോമിറ്റി, അതുപോലെ കായിക ശേഷിയുള്ള ആളുകൾ മലബാറിന്റെ മണ്ണിൽ വളരെ പെട്ടെന്ന് ഇതിന് പ്രചാരണം ലഭിക്കുന്നു. ഇതിലേക്ക് മുസ്ലിം യുവാക്കൾ മറ്റ് ജിമ്മുകളും കരാട്ടെ സെന്ററുകളും കാജു കാഡോയും ഒക്കെ ഉപേക്ഷിച്ച് ഇതിലേക്ക് വലിഞ്ഞു കയറി. ആരോഗ്യ സംരക്ഷണം എന്നാണ് ഇവരിതിന് പേര് പറയുന്നത്. 21 മിനിറ്റ് നീളുന്ന വ്യായാമ പദ്ധതിയാണ് മെക്സെവൻ. 21 ഇനങ്ങളും. അപ്പോ മലബാറിലെ 2 വർഷത്തിനുള്ളിൽ 1000-ഓളം യൂണിറ്റുകളായി ഇത് വളർന്നെങ്കിൽ ഇത് ചെറിയ ഒരു സംഭവമാണോ? ഒരു വ്യായാമ പദ്ധതി എന്ന രൂപത്തിൽ ഇതിന് സ്വീകാര്യത കിട്ടിയെങ്കിലും ഇതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമാണ് എന്നാണ് ഇപ്പോൾ ശക്തമായ രൂപത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരോപണം. ഒരു സമാധാനമുണ്ട്, CPM-ന് മാറ്റം വന്നിരിക്കുന്നു. അവരിതിനെ ആദ്യം തന്നെ എതിർത്തു രംഗത്ത് വന്നു. മെക്സെവന് ചതിയുണ്ടെന്നും വിശ്വാസികൾ ഇതിനകത്ത് പെട്ടുപോകരുതെന്നും AP വിഭാഗം പറഞ്ഞതും കേരളത്തിനൊരു മുന്നറിയിപ്പാണ്.
മെക്സവന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇന്ന് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളെ അമർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. വിശ്വാസികൾ ഇത് തിരിച്ചറിയണമെന്ന് മുസ്ലിങ്ങൾ തന്നെ രംഗത്ത് വരികയാണിത് പറഞ്ഞ്. മുസ്ലിം പോക്കറ്റുകളിലാണ് മെക്സവൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മുസ്ലിം വിശ്വാസികൾക്ക് ബാധകമാകുന്ന ചില പ്രയോഗങ്ങളൊക്കെ ഇവർ നടത്തുന്നതായിട്ടാണ് അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഇവരുടെ സമുദായ താല്പര്യം എന്ന് വ്യക്തമാക്കണമെന്നാണ് എല്ലാ സംഘടനയും ആവശ്യപ്പെടുന്നത്. NDF വന്നതും യുവാക്കളെ ആദ്യമായിട്ട് കളരി അഭ്യസിപ്പിച്ചിട്ടായിരുന്നു. അതേ സംശയം തന്നെയാണ് ഇവരും ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കുന്നത്. വസ്തുതകൾ നിരത്തി മറുപടി പറയേണ്ടതിന് പകരം മുട്ടാത്തർക്കങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഈ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളെല്ലാം മെക്സവന്റെ അംബാസഡറായ ബാബ അറക്കൽ നിഷേധിക്കുന്നത് എന്തിനാണ്? മുസ്ലിങ്ങൾക്ക് മാത്രം മതിയോ ആരോഗ്യം? അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം എന്താണ് ഈ മതേതര കേരളത്തിൽ ഇവർക്ക് ഇത്രമാത്രം താല്പര്യം? അതേ മറൈൻ പണ്ട് പകല് മനുഷ്യന്റെ തലയെടുക്കും, രാത്രി പട്ടിയുടെ തലയും. ആദ്യം പരിശീലനമാണ് നേടുന്നത്. ബംഗ്ലാദേശിൽ എന്താണോ നടക്കുന്നത് അത് തന്നെയാണ് ഇനിയും ഈ സ്വതന്ത്ര ഭാരതത്തിലും ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചാൽ ഇന്നത്തെ ബംഗ്ലാദേശിന്റെ അവസ്ഥയിൽ നിന്നും ഈ രാജ്യത്തെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. ഇപ്പോ എന്തായിരുന്നാലും CPM ആദ്യം പ്രതികരിച്ചു, സുന്നി രണ്ടാമത് പ്രതികരിച്ചു, മുജാഹിദിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ഇവരെല്ലാവരും മുസ്ലിം വിഭാഗമായതുകൊണ്ട് ഒരുമിച്ച് നിൽക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ രാജ്യത്തെ ബാധിക്കുന്ന വിഷയം വന്നപ്പോൾ ആദ്യം തന്നെ സമസ്ത പ്രതികരിച്ചത് നന്നായി. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. എന്താണ് മെക്സവൻ എന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നതായിരുന്നു ഈ ലൈവിന്റെ ഉദ്ദേശം. നടന്നു. നന്ദി. 10 മണിയായി. വൈഫൈ പോയിട്ടില്ലെങ്കിൽ 11 മണിക്ക് നമുക്ക് വീണ്ടും കാണണം.